ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 96 മണ്ഡലങ്ങളിലായി 1717 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിൽ പ്രചരണം നടത്തും. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് സജു തോമസും ഉത്തർപ്രദേശിൽ നിന്ന് ഡി ധനസുമോദും മഹാരാഷ്ട്രയിൽ നിന്ന് ഇർഷാദ് പടനയും ചേരുന്നുണ്ട്. ആദ്യം സജുവിലേക്കാണ്. സജു, 4ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ രാജ്യത്താകെ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി കാണാൻ കഴിയുന്നുണ്ട്. വലിയ ആത്മവിശ്വാസത്തിനരികെയാണ് ഇന്ത്യ മുന്നണി എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം അത് ഇന്ത്യ സഖ്യത്തിന് നൽകിയിരിക്കുന്ന ആവേശം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ 4ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? രേഷ്മ, തീർച്ചയായിട്ടും എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ച ഈ ഒരു ഇടക്കാല ജാമ്യം അത് ഇന്ത്യ മുന്നണിക്കും ഒപ്പം ആം ആദ്മി പാർട്ടിക്കും വലിയ ആവേശം പകർന്നിരിക്കുകയാണ്. 50 ദിവസം തിഹാർ ജയിലിൽ കഴിഞ്ഞ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായി പുറത്തു വന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളോടും ആം ആദ്മി പാർട്ടി പ്രവർത്തകരോടും അഭിസംബോധന സംസാരിച്ചത് രാജ്യം ഒരു ഏകാധിപത്യത്തിലേക്ക് കടക്കുകയാണ്, ഇതിന് എതിരെ നാം ഒരുമിച്ച് നിന്ന് പോരാടണം എന്നുള്ളതായിരുന്നു. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പ്രധാനമന്ത്രിയെയും അതുപോലെ BJPയെയും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ അവർക്കെതിരെ ഉയർത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹം ഉന്നയിക്കാൻ ശ്രമിച്ചത് പ്രധാനമന്ത്രി 75 വയസ്സ് തികയുകയാണ്, അദ്ദേഹം ഇനിയിപ്പോൾ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിയേണ്ടി വരും, അടുത്ത പ്രധാനമന്ത്രിയായി അമിത്ഷായാണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയും അദ്ദേഹം ഉയർത്തിയിരുന്നു. അതിനെതിരെ വലിയ ആം ആദ്മി പാർട്ടി നേതാക്കളും BJP നേതാക്കളും തമ്മിലുള്ള വാഗ്വാദങ്ങൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് രേഷ്മ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 4ാം ഘട്ട വോട്ടെടുപ്പിന് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 1717 സ്ഥാനാർത്ഥികളാണ് നാളെ മത്സരിക്കുന്നത്. അഖിലേഷ് യാദവ്, അധീർ രഞ്ജൻ ചൗധരി, ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ അടക്കമുള്ള പ്രമുഖരാണ് 4ാം ഘട്ടത്തിൽ വോട്ട് തേടുന്നത്. എന്തായാലും ആദ്യ 3 ഘട്ടങ്ങളിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളെ ഒരുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് 1ാം ഘട്ടത്തിൽ 66%, 2ാം ഘട്ടത്തിൽ അതുപോലെ തന്നെ 66%, 3ാം ഘട്ടത്തിൽ ഇന്നലെ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 65% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 4ാം ഘട്ടത്തിൽ ഇതിനെയൊക്കെയും മറികടക്കാനുള്ള ആത്മവിശ്വാസമാണ് BJPയും കോൺഗ്രസും മുന്നോട്ട് വെക്കുന്നത്. അതിനുള്ള നീക്കങ്ങളൊക്കെയും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രധാനമായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ അതൊക്കെ മറികടക്കാനുള്ള നീക്കങ്ങളൊക്കെയും ആരംഭിച്ചിരുന്നു. എന്നാൽ അതൊക്കെയും ഫലം കണ്ടോ എന്നുള്ളത് നാളത്തെ വോട്ടിംഗ് കൂടെ കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് രാജ്യത്തെ ഒരു പൊതുചിത്രം എന്താണെന്നുള്ളത് 4 ഘട്ടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും 3 ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനം 60%, 66%, 65% രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ഇന്ത്യ മുന്നണിക്ക് ഒരുപോലെ ആവേശം പകരുന്നുണ്ട്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെയും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് 5ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ 2 സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചരണം, അദ്ദേഹം 50 ദിവസം ജയിലിൽ കിടന്നു, രാജ്യത്തെ ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ മുഖമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഒരു പ്രതിപക്ഷത്തിന് ഏറ്റവും പ്രധാന മുഖമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മാറിയത് ഒരുപോലെ അത് BJPക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണിയും അതുപോലെ ആം ആദ്മി പാർട്ടിയും അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇലക്ഷനിൽ വലിയ നേട്ടമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. രേഷ്മ. സജു തോമസ് ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ഉത്തർപ്രദേശിലേക്ക് പോയാൽ അവിടെ ധനസുമോദ് ഉണ്ട്. ധനസുമോദ്, 13 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കനൌജ്, അഖിലേഷ് യാദവ് അടക്കം മത്സരിക്കുന്ന മണ്ഡലങ്ങൾ നാളെ വിധി എഴുതുകയാണ്. അതുമാത്രമല്ല, ഇന്നലെ ഈ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ ശ്രദ്ധേയമായൊരു പരാമർശം, ഉത്തർപ്രദേശിൽ BJP ജയിച്ചാൽ ഇനി അവർ ചെയ്യാൻ പോകുന്നത് യോഗി ആദിത്യനാഥിനെ അവിടെ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന വളരെ ശ്രദ്ധേയമായൊരു പരാമർശം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തുകയുണ്ടായി. അതൊക്കെ ഏത് തരത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത്? എന്താണ് രാഷ്ട്രീയ സാഹചര്യം? രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് UPയിലെ പ്രധാനപ്പെട്ട ചർച്ച ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ ഇട്ട ബോംബ് തന്നെയായിരുന്നു. കാരണം ഇനി 75 വയസ്സാകുന്നതോടുകൂടി നരേന്ദ്രമോദി വിരമിക്കുകയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അമിത്ഷായിനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്, യോഗിയെ അല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം നേരത്തെ ഇതുപോലെ 2022 UP ഇലക്ഷൻ BJP നേരിട്ടത് ഇദ്ദേഹത്തിന് ശേഷം, അതായത് നരേന്ദ്രമോദി അധികാരം ഒഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രധാനമന്ത്രിയായി BJP ഉയർത്തിക്കാട്ടുന്നത് യോഗി ആദിത്യനാഥ്
ആദിത്യനാഥ് എന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ വിജയം, രണ്ടാം വട്ടവും വലിയ വിജയമാണ് നേടിയിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പ്രസ്താവന വലിയ തലത്തിലുള്ള ഉലച്ചിലാണ് BJP കേന്ദ്രങ്ങളിലടക്കം ഉണ്ടായിട്ടുള്ളത്. ഇന്നിവിടെ പ്രധാനപ്പെട്ട ഹിന്ദി പത്രങ്ങളുടെ എല്ലാം ഒന്നാം പേജിലെ തലക്കെട്ട് തന്നെ ഈ യോഗി അല്ല മോദി നിർദ്ദേശിക്കുന്നത് അമിത്ഷയാണ് എന്നുള്ള കെജ്രിവാളിന്റെ പ്രസ്താവന തന്നെയാണ്. ഏതായാലും 50 ദിവസം ജയിലിൽ കഴിഞ്ഞെങ്കിലും 51ാമത്തെ ദിവസം ഇറങ്ങിയിട്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ ഭൂകമ്പം തന്നെയാണ്. അതും BJP കേന്ദ്രങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അവർ ഇത് പരസ്യമായി പ്രതികരിക്കാൻ BJP ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ താഴെത്തട്ടിൽ സംസാരിക്കുമ്പോൾ താഴെത്തട്ടിലെ BJP പ്രവർത്തകരടക്കം ഈ വിഷയം തന്നെയാണ് പ്രധാനമായും ഉത്തർപ്രദേശിൽ ചർച്ച ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ 13 മണ്ഡലങ്ങളിലാണ് ഇത് വോട്ടെടുപ്പ് നാളെ നടക്കുന്നത്. ഇത് ഈ ഒരു മധ്യ UP ആയി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അതായത് കാൺപൂർ, ഇട്ടാവ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് പ്രധാനമായും വോട്ടെടുപ്പ് നടക്കുന്ന ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ 1-2 ഇത് കൂടാതെ കനൌജിൽ അവിടെ അഖിലേഷ് യാദവാണ് മത്സരിക്കുന്നത്. അവിടെ സിറ്റിംഗ് MP എന്ന് പറയുന്നത് തന്നെ BJPയുടെ സിറ്റിംഗ് MP ആണ്. അവിടെ ഒന്ന് പിടിച്ചടക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ 13 മണ്ഡലങ്ങളിലും നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയെങ്കിൽ പല മണ്ഡലങ്ങളിലും മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന് വിജയിച്ചതാണ്. ഉന്നാവോ അടക്കമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ ഭൂരിപക്ഷം 4,56,000 വോട്ട് തന്നെയായിരുന്നു ഭൂരിപക്ഷം തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് തന്നെ യാദവ് ബെൽറ്റ് എന്നറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വരണമെങ്കിൽ ഈ തരത്തിലുള്ള ഈ കേന്ദ്രങ്ങളെല്ലാം അധികാരം നിലനിർത്തിയേ പറ്റുള്ളൂ, അവിടെ എല്ലാം വിജയിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ജീവൻ മരണ പോരാട്ടമാണ് സമാജ്വാദി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാജ്വാദി പാർട്ടി കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുന്ന അവർ നിയമസഭയിൽ ഒരു തവണ മത്സരിച്ച് ഒരു പരാജയപ്പെട്ടതാണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന തരത്തിൽ നടത്തുന്ന മത്സരം വലിയ തരത്തിലുള്ള ഒരു ജനകീയ പോരാട്ടമായി തന്നെ പല സ്ഥലങ്ങളിലും എത്തിയിരിക്കുകയാണ്. കാര്യം ഈ ഹിന്ദു മുസ്ലിം ചർച്ചയല്ല നമുക്ക് വേണ്ടത്, വിലക്കയറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യണം, തൊഴിലില്ലായ്മയെ കുറിച്ച് ചർച്ച ചെയ്യണം, ഇവിടെ പരീക്ഷാ പേപ്പർ ലീക്ക് ചെയ്യപ്പെടുകയാണ്, ആ വിഷയങ്ങൾ ചർച്ച ചെയ്യണം തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അഖിലേഷ് യാദവ് ചർച്ച ചെയ്യുന്നത്. അഖിലേഷ് യാദവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് 80 സീറ്റുകളിൽ 79 സീറ്റും ഇന്ത്യ സഖ്യം ഇത്തവണ നേടും. ഒരു സീറ്റിന്റെ കാര്യത്തിൽ ഒരു ധൈര്യക്കുറവുള്ളത് വാരണാസിയിൽ മാത്രമാണ്, അവിടെയാണ് ഞങ്ങൾക്കൊരു മത്സരം നടക്കുന്നത് എന്ന പ്രതീതിയുള്ളത് എന്നാണ്. അപ്പോൾ നോക്കൂ, ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ആത്മവിശ്വാസം എന്താണ്? അതുമാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം എത്രമാത്രം ആവേശം, എത്രമാത്രം പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിന് അവിടെ നൽകിയിട്ടുണ്ട്. ഡൽഹിയിലാണ് സംഭവ വികാസങ്ങൾ നടക്കുന്നത് എങ്കിലും അതിന്റെ എന്തെല്ലാം അനുരണനങ്ങൾ ഉത്തർപ്രദേശിലും ഉണ്ടാകുന്നുണ്ട്. ഈ സാധാരണ ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് നിന്ന് പ്രകമ്പനം ഉണ്ടാകുന്നത് കൂടുതലും മറ്റു സ്ഥലങ്ങളിൽ അനുഭവപ്പെടും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ UPയിൽ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന്റെ പ്രകമ്പനം തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ UPയിൽ നമ്മൾ പല BJP പ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് തന്നെ അവരുടെ മനസ്സിൽ ആശങ്ക ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വട്ടം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്താൽ യോഗി ആദിത്യനാഥിന്റെ വിഭാഗക്കാർക്ക് അവർക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അതേസമയം ഒരു മോദിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേ വേണം എന്നുള്ളൊരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത്, ലോക്സഭാ സീറ്റുകളുള്ളത് UPയിലാണ്. 80 സീറ്റുകളാണ് ഉള്ളത്. 80 സീറ്റുകളിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും കഴിഞ്ഞ പ്രാവശ്യം സമാജ്വാദി പാർട്ടിയും BSPയും ഒരുമിച്ച് മത്സരിച്ചിട്ട് പോലും വലിയ തരത്തിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയത് BJPക്ക് തന്നെയായിരുന്നു. കാര്യം BSPക്ക് 10 സീറ്റുകളും സമാജ്വാദി പാർട്ടിക്ക് 5 സീറ്റുകളും മാത്രമാണ് ലഭിച്ചത്. അങ്ങനെ 15 സീറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ BJPയും BJPയുടെ സഖ്യകക്ഷിയായ അപ്പനാദളും കൂടിയായിരുന്നു ബാക്കി മുഴുവൻ സീറ്റുകളും അവർ കൈവശപ്പെടുത്തിയത്. പക്ഷേ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം 2019 നമ്മൾ അല്ലെങ്കിൽ 2022 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എവിടെ ചെന്നാലും ഒരു മോദി തരംഗം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നും മോദി തരംഗവുമില്ല, മോദി വിരുദ്ധ തരംഗവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് 13 കേന്ദ്രങ്ങൾ എത്തുകയാണ്. പലപ്പോഴും വോട്ടിംഗ് ശതമാനം വളരെയധികം കുറഞ്ഞത് BJPക്ക് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഏത് വിധേയനെയും ബൂത്തിലേക്ക് ആളെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇപ്പോൾ BJP നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാര്യം മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോൾ ഭോപ്പാലിലും ഇതുപോലെ ഉണ്ടായി വോട്ടിംഗ് ശതമാനം ഇടിഞ്ഞ സമയത്ത് അമിത്ഷാ നേരിട്ട് അവിടെ എത്തുകയും അവരോട് നേതാക്കന്മാരോട് പറഞ്ഞ നിങ്ങളുടെ സ്ഥാനം പോലും ഇനി ഉണ്ടാവില്ല വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചില്ലെങ്കിൽ എന്നാണ്. അതുപോലത്തെ ഒരു മുന്നൊരുക്കം തന്നെയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് മുന്നണികളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയും ആശങ്കയും ഒരുപോലെ ഉള്ള ഒരു ഘട്ടമാണ്. 3 ഘട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനം
ശതമാനം കുറഞ്ഞത് വലിയ ആശങ്കയും അതേപോലെ തന്നെ പ്രതീക്ഷയും വെച്ച ഒരു സംഭവം കൂടിയാണ്. അതുകൂടി എടുത്തു പറയുകയാണ്. ഇനിയിപ്പോൾ മഹാരാഷ്ട്രയുടെ വിവരങ്ങൾ നൽകാൻ ഇർഷാദ് പടന്നുകൂടി ചേരുകയാണ്. മഹാരാഷ്ട്രയിൽ 11 മണ്ഡലങ്ങളാണ് ഇർഷാദ് നാളെ വിധി എഴുതാൻ പോകുന്നത്. അതായത് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ രാഷ്ട്രീയ മുന്നണികളും ചങ്ങാത്തങ്ങളും ഒക്കെ മാറി കഴിഞ്ഞ കാലം കൊണ്ട് കണ്ടതും വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശിവസേനയൊക്കെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. സ്വന്തം സ്വത്വം തെളിയിക്കാനുള്ളൊരു വേദി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം പോരാട്ടം കനക്കും, ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്, ഇനി ഇത് കഴിയുന്നില്ല, ഇത് കഴിഞ്ഞാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കാത്തിരിപ്പുണ്ട്. എന്താണ് രാഷ്ട്രീയ ചിത്രം? രേഷ്മ സൂചിപ്പിച്ചതുപോലെ ബന്ധുക്കൾ ശത്രുക്കൾ ഈ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് ചർച്ചകളും മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് NCPയുടെയും ശിവസേനയുടെയും പിളർപ്പ്. ഈ നാളെ നടക്കുന്നത് 11 മണ്ഡലങ്ങളിൽ, പക്ഷേ മറ്റ് വിഷയങ്ങളുമുണ്ട്. പ്രധാനമായും ഈ മേഖലകൾ കർഷക മേഖലകളാണ്. കർഷക വിഷയങ്ങൾ വളരെയേറെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിലാണ്. പ്രത്യേകിച്ച് ബീഡ്, ജൽന ഭാഗങ്ങൾ കൂടുതൽ കർഷകരുള്ള മേഖലയാണ്, കർഷകരുടെ പ്രശ്നങ്ങളുള്ള മേഖലയാണ്. മറാഠയിൽ കഴിഞ്ഞ തവണ 200-ലധികം കർഷകർ ആത്മഹത്യ ചെയ്ത സാഹചര്യമുണ്ടായി. ഈ വിഷയങ്ങളൊക്കെയും ഈ തെരഞ്ഞെടുപ്പിനെ, പ്രത്യേകിച്ച് നാളെ നടക്കുന്ന വോട്ടെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനത്ത് NDA സർക്കാരാണ്, കേന്ദ്രത്തിലും NDA ആണ്. ഈ രണ്ട് സർക്കാരുകളും കർഷകർക്കായി ഒന്നും ചെയ്തിട്ടില്ല എന്ന വാദമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. പ്രചരണത്തിന് മുന്നോട്ട് കൊണ്ടുവന്ന് കർഷക രോഷം ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും, പ്രത്യേകിച്ച് ഈ മേഖലയിൽ പ്രതിഫലിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പ്രധാന മണ്ഡലങ്ങൾ പൂനെ, ബീഡ്, ഔറംഗാബാദ് തുടങ്ങിയ മണ്ഡലങ്ങളാണ്. ബീഡിൽ മറ്റൊരു വിഷയവും കൂടി വളരെ പ്രധാനമായി മുന്നോട്ട് പോകുന്നുണ്ട്. OBC മറാത്ത സംവരണ വിഷയങ്ങൾ വളരെയേറെ ചർച്ചയാകുന്ന മണ്ഡലം കൂടിയാണിത്. 52% വരുന്ന OBC വോട്ടുകൾ ലക്ഷ്യം വെച്ച് പ്രത്യേകിച്ച് അന്തരിച്ച ഗോപിനാഥ് മുണ്ടയുടെ മണ്ഡലം കൂടിയാണ്. ഗോപിനാഥ് മുണ്ടയുടെ മക്കളെയാണ് ഇവിടെ സ്ഥിരമായി BJP സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. എന്നിട്ടും ഒരു മകൾ പ്രത്യേകിച്ച് പ്രീതം മുണ്ടെ അവിടെ കഴിഞ്ഞ സിറ്റിംഗ് MP ആണ്. പ്രീതം മുണ്ടയെ മാറ്റി സഹോദരി പങ്കജ മുണ്ടയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. പ്രധാനമായി OBC വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ഇവരെ സ്ഥാനാർത്ഥിയാക്കുന്നത്. എന്നാൽ മറാത്ത സംവരണ വിഷയം ഇവിടെ വളരെ ചർച്ചയാണ്. ഇത് തിരിച്ചടിക്കുമെന്ന ഭയവും ഇപ്പോൾ BJPക്ക് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് NCP സ്ഥാനാർത്ഥികളും ശിവസേനയും അടക്കമുള്ളവർ ഇവിടെ പ്രചരണം നടത്തുന്നത്. ബീഡിൽ എന്ത് സംഭവിക്കുമെന്നതും വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ പൂനെ മണ്ഡലം കഴിഞ്ഞ 2 തവണയായി BJP വിജയിച്ചു വരുന്ന മണ്ഡലമാണ്. പൂനെ ഒരു നഗരപ്രദേശമാണ്. നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാന നഗരപ്രദേശം പൂനെയാണ്. ഇവിടുത്തെ വികസന വിഷയം തന്നെയാണ് ചർച്ച. സിറ്റിംഗ് MP BJP MP കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരുന്നു. മരണപ്പെട്ടതിനു ശേഷം മറ്റൊരു തിരഞ്ഞെടുപ്പ് നടക്കുകയോ MP-യെ തിരഞ്ഞെടുക്കുകയോ ചെയ്തിട്ടില്ല. അതിനുശേഷം പൂനെയുടെ വികസനം മന്ദഗതിയിലാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളുണ്ട്. ഇതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഔറംഗാബാദിൽ MIM കഴിഞ്ഞത് അപ്രതീക്ഷിത വിജയം നേടി. പക്ഷേ അന്ന് പ്രകാശ് അംബേദ്കറുടെ പാർട്ടി അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്തവണ അവരോടൊപ്പം ഇല്ല. അവർ വ്യത്യസ്ത രീതിയിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയും എന്ത് സംഭവിക്കുമെന്നുള്ള അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ മറ്റ് വിഷയങ്ങൾ നേരത്തെ സൂചിപ്പിച്ച NCPയുടെ പിളർപ്പ്, ശിവസേനയുടെ പിളർപ്പ്, ആർക്കാണ് ഇനി മേൽക്കൈ, പ്രത്യേകിച്ച് 6 മാസങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, ഈ പാർട്ടികളിൽ ആർക്കാണ് മറാത്ത വോട്ടുകൾ, ശിവസേനയുടെ വോട്ടുകൾ, അണികൾ ആർക്കൊപ്പമാണ്, NCPയുടെ അണികൾ ആർക്കൊപ്പമാണ് എന്നൊക്കെ തെളിയുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്. രേഷ്മ, തീർച്ചയായും സംസ്ഥാനത്തെ ഭാവി രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. വളരെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇർഷാദ് പടന്നെയാണ് വിവരങ്ങൾ